വയ്യ. നമുക്ക് ഫുഡ് കഴിച്ചാലോ? ഞാനും അത് പറയാൻ നിൽക്കായിരുന്നു. എനിക്കും നല്ല വിശപ്പുണ്ട്. എന്നാ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോവാം. എനിക്കിപ്പോ ഫുഡൊന്നും വേണ്ട. എനിക്ക് കുറച്ചും കൂടി ഫോട്ടോ എടുക്കാണ്ട്. നിങ്ങളുടെ ഒരു ഫോട്ടോയും. ഇങ്ങക്ക് ഫുഡ് വേണ്ടെങ്കിൽ ഇവിടെ തന്നെ നിന്നോ, ഞങ്ങൾ കഴിച്ചിട്ട് വരാം. അത് പറ്റൂല. നിങ്ങൾ ഫുഡ് കഴിക്കാൻ പോയാ പിന്നെ കാര ഫോട്ടോ എടുത്ത് തരിക? നിങ്ങൾ അല്ലെങ്കിൽ തന്നെ നാട്ടുകാരെ വെറുപ്പിക്കണുണ്ട്. ഇനി നിങ്ങളെ ഫോട്ടോ കൂടി സ്റ്റാറ്റസ് ഇട്ടിട്ട് നാട്ടുകാരെ കൂടുതൽ വെറുപ്പിക്കണോ? ഇപ്പൊ തന്നെ അത്യാവശ്യം വെറുപ്പിക്കാനുള്ള ഫോട്ടോ നിങ്ങൾ എടുത്തില്ലേ? തൽക്കാലം അത് മതി. ഞങ്ങൾക്കൊക്കെ വിശക്കണുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. നിനക്ക് വേണമെങ്കിൽ പോരെ? അയ്യോ, ഞാനുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് കഴിക്കാൻ വേണ്ടത്? എനിക്ക് ബിരിയാണി മതി. എനിക്ക് നൂഡിൽസ് മതി. എനിക്ക് പൊറോട്ട മതി. അല്ല കുഞ്ഞിപ്പാത്തോ, നീ എന്തൊന്നും മിണ്ടാത്തത്? നിനക്ക് കഴിക്കാനൊന്നും വേണ്ടേ? പിന്നെ എനിക്ക് കഴിക്കണ്ടേ? അല്ലാതെ ഇങ്ങളൊക്കെ തിന്നുമ്പോ നോക്കിയിരിക്കാനാണോ ഞാൻ വന്നത്? അതാ ചോദിച്ചത്, നിനക്കെന്താ വേണ്ടെന്ന്. ഇക്ക് ഈ തണുപ്പില് നല്ല ചൂടുള്ള കഞ്ഞിയും ഉണക്കമീനും മതി. അതൊന്നും ഇവിടെ കിട്ടൂല. ഇത് നമ്മളെ വീടൊന്നും അല്ല. എന്ന ഉണക്കമീൻ മാറ്റിയിട്ട് ചമ്മന്തി ആക്കാം. ഇന്റെ കുഞ്ഞിപ്പാത്തു, അനക്കെന്താ പറഞ്ഞാ മനസ്സിലാവൂലേ? ഇവിടെ കഞ്ഞിയും ചമ്മന്തിയും ഉണക്കമീനൊന്നും കിട്ടൂല. നീ വേറെന്തെങ്കിലും ഫുഡ് പറയ്. അല്ല, നിങ്ങളെന്ത് ഫുഡാ കഴിക്കണത്? എനിക്ക് ചോറ് മതി. അത് ശരി. അപ്പൊ ഇവിടെ ചോറുണ്ടല്ലേ? ആ, ഉണ്ട്. അപ്പൊ അവർക്ക് അതിൽക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് എനിക്ക് കഞ്ഞിയാക്കി തന്നൂടെ? എന്റെ കുഞ്ഞിപ്പാത്തോ, നിന്റെ തറ സ്വഭാവം ഒന്ന് മാറ്റ്. ഇതൊരു സ്റ്റാർ ഹോട്ടലാണ്. അതെന്താ സ്റ്റാർ ഹോട്ടലിൽ കഞ്ഞി കൊടുക്കാൻ പറ്റൂലെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങക്കൊന്ന് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തൂടെ? ഓ പിന്നെ, നിങ്ങൾക്കൊക്കെ ഭയങ്കര സ്റ്റാൻഡേർഡ് ആണല്ലോ. നിങ്ങളൊക്കെ സ്റ്റാൻഡേർഡിനെ കുറിച്ച് എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട. ഇന്റെ കുഞ്ഞിപ്പാത്തോ, കഞ്ഞി അല്ലാതെ വേറെ ഏതെങ്കിലും ഫുഡ് പറ. ആ, എന്നാ എനിക്ക് സദ്യ മതി. സദ്യ കഴിക്കാനേ ഇങ്ങളെ രമണി ചേച്ചിന്റെ മോളെ കല്യാണത്തിനല്ല വന്നിക്കണേ. ഇത് ഊട്ടിയാണ്. ഇവിടെ സദ്യയും പായസമൊന്നും കിട്ടൂല. ഇന്റെ കുഞ്ഞിപ്പാത്തോ, അതൊന്നും ഇവിടെ കിട്ടൂല. തൽക്കാലം നമുക്ക് ചോറ് കഴിക്കാം. പ്ലീസ്, നിങ്ങൾ അതെങ്കിലും നോക്കിയേ പറ. അതെ, ഞങ്ങൾക്ക് വിശന്നിട്ട് വയ്യ. എന്നാ ആയിക്കോട്ടെ. ഇക്കൊട്ടും ഇഷ്ടായിട്ടല്ല, പിന്നെ നിങ്ങളൊക്കെ നിർബന്ധിച്ചോണ്ടാണ്. ഹാവ്, സമാധാനായി. ഹാവ്, ഇപ്പഴാ ഒന്ന് സമാധാനായത്. അടിപൊളി ഫുഡായിരുന്നു. എന്തടിപൊളി? ഇങ്ങനെയാണോ ഫുഡ് ഉണ്ടാക്കണത്? ഇക്ക് കിട്ടിയ സാമ്പാറിൽ തീരെ പുളി ഉണ്ടായിരുന്നില്ല. തുടങ്ങി കുറ്റം പറച്ചില്. എന്നിട്ട് ഇങ്ങള് നല്ലോണം വെട്ടിവെഴുങ്ങുണ്ടായിരുന്നല്ലോ. അടിപൊളി സാമ്പാറായിരുന്നല്ലോ. ഞാനും അതന്നെയല്ലേ കഴിച്ചത്. ഇങ്ങളെ അതന്നെ ഉള്ളു പറയാ. അല്ലേലും ഇങ്ങക്ക് ഞാൻ ഉണ്ടാക്കണ ഫുഡിന് മാത്രാണല്ലോ കുറ്റം. ഇനി വീട്ടിൽ എത്തട്ടെ, അപ്പൊ ഞാൻ കാണിച്ചു തരാം. അല്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങളെ എന്തുദ്ദേശിച്ചാലും വേണ്ടില്ല. ഇനി ഭക്ഷണം സ്ഥിരം ഹോട്ടലിൽ തന്നെ ആക്കിക്കോ. അപ്പൊ നിങ്ങൾക്കുള്ളത് കിട്ടിയില്ലപ്പാ. അല്ല, ഹോട്ടലിൽ എത്രയാണ് ബില്ലായത്? 2500 രൂപ. 2500 രൂപ? അതും ഈ പുളിച്ച സാമ്പാറിനൊക്കെ? പുളിച്ച സാമ്പാർ മാത്രല്ലല്ലോ, ഞങ്ങള് ബിരിയാണി നൂഡിൽസ് ഒക്കെ കഴിച്ചില്ലേ. എന്നാലും 2500 രൂപ കുറച്ച് അധികമാണ്. വീട്ടിലൊരു തക്കാളി കൊണ്ടാൻ പറഞ്ഞ നിങ്ങളടുത്ത് പൈസ ഉണ്ടാവില്ല. ഇപ്പൊ ഇത്രയും പൈസ ഒക്കെ നിങ്ങളടുത്ത് ഉണ്ടായിരുന്നല്ലേ. നിങ്ങൾ ടൂറ് വരുമ്പോഴെങ്കിലും കണക്ക് പറയലൊന്ന് നിർത്തുവോ? ടൂറ് വരുന്നത് എൻജോയ് ചെയ്യാനല്ലേ. ആ, കുറച്ച് പൈസ കൊണ്ടുള്ള എൻജോയ്മെന്റ് മതി. ഇത് കുറച്ച് കൂടുതലാ. അല്ല, ഇങ്ങക്കൊന്നും പറയാല്ലേ? അല്ല കുഞ്ഞിപ്പാത്തോ, ഇത് വല്ലപ്പോഴും അല്ലേ ഉള്ളൂ. ഇപ്പോഴേലും ഒന്ന് കണക്ക് പറയാതിരിക്ക്. എന്നാലും ഇത്രയും പൈസ കൊടുത്തിട്ട് ഫുഡ് കഴിച്ചിട്ട് എനിക്കൊരു സമാധാനവും ഇല്ല. നിങ്ങളെ വീട്ടിൽ തന്നെ ഇരിക്കാൻ മതിയായിരുന്നു. പ്ലീസ് കുഞ്ഞിപ്പാത്തോ, ഇതൊക്കെ വല്ലപ്പോഴും അല്ലേ. നീ ഒന്ന് മിണ്ടാതിരിക്ക്. ആ, തൽക്കാലം ഞാൻ ക്ഷമിച്ചു. അടുത്തതിന് നമുക്ക് എങ്ങോട്ടാ പോണ്ടത്? ചിൽഡ്രൻസ് പാർക്കൊക്കെ മതി. അതൊന്നും വേണ്ട. വെറുതെ അവിടുത്തെ ഊഞ്ഞാലിലൊക്കെ കയറി കയ്യും കാലും ഓടിക്കാനാ? കുട്ടികളായ ഞങ്ങൾ പാർക്കൊക്കെ അല്ലാതെ പിന്നെ പാർലമെന്റിലേക്കാണ് പോണ്ടത്? എന്തിനാ കുഞ്ഞിപ്പാത്തോ ഈ കുട്ടികളെ വായിരിക്കണത് മേടിച്ചു വെക്കണത്? നിനക്കൊന്നും മിണ്ടാതിരുന്നൂടെ? അവരെ എൻജോയ് ചെയ്യട്ടെ.